അതികായ വധം. കുംഭകർണൻ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത രാവണനെ ദുഃഖാർത്തനാക്കി. രാവണന്റെ വിലാപം കേട്ട് ത്രിശിരസും അതികായനും അടങ്ങുന്ന 8 പ്രമുഖർ യുദ്ധത്തിനിറങ്ങുമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ തനിച്ചു പോകണ്ട എന്നും വൻപടയോടൊപ്പം പോയാൽ മതി എന്നും രാവണൻ പറയുന്നു. അങ്ങനെ ആ വൻപടയോട് അംഗദൻ ഏറ്റുമുട്ടുന്നു. ഹനുമാൻ ത്രിശിരസിനെയും നീലൻ മകോദരനെയും കൊല്ലുന്നു. എന്നാൽ ലക്ഷ്മണൻ അതികായനുമായി ഏറ്റുമുട്ടുന്നു. എയ്യുന്ന അമ്പുകളൊക്കെ തിരികെ വരുന്നത് കണ്ട് ലക്ഷ്മണൻ ആശ്ചര്യപ്പെടുന്നു. ആ സമയം വായുദേവൻ കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് ലക്ഷ്മണനോട് അതികായൻ്റെ വിജയരഹസ്യം പറയുന്നു. അതികായന് ഒരായുധവും ഏൽക്കില്ല എന്നും ബ്രഹ്മാവിൽ നിന്നും കിട്ടിയ വരമുണ്ട് എന്നും വായുദേവൻ പറയുന്നു. ബ്രഹ്മാസ്ത്രത്തിനു മാത്രമേ അവനെ വീഴ്ത്താനാകൂ എന്നുള്ള വായുദേവൻ്റെ അറിയിപ്പ് കേട്ടിട്ട് ജ്യേഷ്ഠനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ലക്ഷ്മണൻ അതികായനെ വധിച്ചു. ഇന്ദ്രജിത്തിൻ്റെ വിജയം. തനിക്ക് പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു. രാവണൻ വിലപിച്ചു. ഞാനുണ്ടല്ലോ എന്ന് ഇന്ദ്രജിത്ത്. യുദ്ധം ജയിക്കാൻ താൻ മതി എന്ന് പറഞ്ഞ ഇന്ദ്രജിത്ത് യുദ്ധം ജയിക്കുവാൻ ഹോമം നടത്താൻ തുടങ്ങി. നികുംഭീല എന്ന സ്ഥലത്തു പോയി ഹോമം നടത്തി. അഗ്നിദേവൻ പ്രസാദിച്ചു. അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും അന്തർധാന വിദ്യയും നൽകി അഗ്നിദേവൻ അനുഗ്രഹിച്ചു. ഹോമത്താൽ ആർജിച്ച അധിക വിദ്യകളുടെ ആത്മബലത്തിൽ ഇന്ദ്രജിത്ത് യുദ്ധകളത്തിലേക്ക് പോയി. ഇന്ദ്രജിത്തിൻ്റെ ആക്രമണത്തിന് ബ്രഹ്മാസ്ത്രമേറ്റ് ജാംബവാൻ, ഹനുമാൻ, ലക്ഷ്മണൻ, ശ്രീരാമൻ ഉൾപ്പെടെയുള്ള സഖ്യം വീഴുന്നു. ശംഖനാദം മുഴക്കി ഇന്ദ്രജിത്ത് ലങ്കയിലേക്ക് മടങ്ങി.